ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഇന്നാണ്. വെള്ളാർമല സ്കൂളിൽ ഞാൻ പോയി. അതായത് മലമുടിയിൽ നിന്ന് ഒരു വലിയ ഉരുൾ ഒഴുകി വന്നപ്പോഴും മരണത്തിൻ്റെ നമുക്ക് പ്രവചിക്കാനാകാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളുമായി ഈ ഉരുളുകൾ ഇങ്ങനെ ഒന്നൊന്നായി ഒഴുകി വന്നപ്പോഴും അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമം നടത്തിയ ഒരു പള്ളിക്കൂടമാണ് ഈ വെള്ളാർമല സ്കൂൾ. അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നെഞ്ചിടിപ്പ് കൂടും. ആ സ്കൂളിലും ഇന്ന് പ്രവേശനോത്സവമുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക. ദുരിതബാധിതരായ തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പിൻ്റെ ധനസഹായവും ഇന്ന് വിതരണം ചെയ്യും. വെള്ളാർമലയിലെ സ്കൂളിൽ നിന്ന് വിപിൻ സി വിജയൻ നമുക്കൊപ്പം ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. വെള്ളാർമല ഒരു വലിയൊരു പ്രതീകമാണ്. യഥാർത്ഥത്തിൽ ഈ ഉരുൾപൊട്ടലിനെ പ്രതിരോധിച്ച പള്ളിക്കൂടം കൂടിയാണത്. അപ്പോൾ ഈ പള്ളിക്കൂടത്തിൽ ഇന്ന് ഉത്സവം നടക്കുന്നു. വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഈ ഒരു ദുരന്തത്തിനിടയിലും ഇന്നൊരു ചെറിയ സന്തോഷമുള്ളതാണ്. കാരണം പ്രവേശനോത്സവമായി ആ കുട്ടികളെല്ലാം ഇന്ന് സ്കൂളിലേക്ക് വരികയാണ്. വെള്ളാർമല സ്കൂള് നമുക്കറിയാം, ആ ദുരന്തത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കണ്ണീർ കാഴ്ചയായിരുന്നു. ആ വെള്ളാർമല സ്കൂള് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് മാറ്റുന്നത്. അതിന്റെ ബോർഡാണ് നമ്മൾ ഈ കാണുന്നത്. അത് GVHSS വെള്ളാർമല ഓഫീസിന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അവിടുന്ന് അങ്ങോട്ടേക്ക് യു പിയും ഹൈസ്കൂളും എല്ലാം ഉണ്ട്. ആ വെള്ളാർമല സ്കൂളിൽ നമ്മളെ ഏറ്റവും വേദനിപ്പിച്ച ഒരു മുഖമുണ്ട്. അത് ഉണ്ണിമാഷതായിരുന്നു. ഉണ്ണിമാഷ് തന്നെ ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. പക്ഷേ വീണ്ടും സ്കൂള് തുടങ്ങുകയാണ്. എത്രത്തോളം അതിലൊരു ആശ്വാസം? ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. വേദനയുടെ ഇടയിലും ഞങ്ങൾക്കൊരു ആശ്വാസം, സന്തോഷവും ഉണ്ട്. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പിന്തുണ അന്നു മുതൽ ഇന്നു വരെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ വരെ ഉണ്ട്. ആ ഒരു മാർഗനിർദ്ദേശത്തിലെല്ലാം മുന്നോട്ട് കൊണ്ടുപോവാണ്. മാഷെ ആലപ്പുഴയാണല്ലേ? ഇപ്പോൾ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയത് എപ്പോഴായിരുന്നു? സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല? അന്നില്ല. പിന്നെ അന്ന് മുതൽ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ക്ലാസ് മുറികളൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട്? സൗകര്യങ്ങൾ എല്ലാം സജ്ജമാണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ ഒരു പരിപാടികളൊക്കെ എങ്ങനെയാണ്? പിന്നെ നമ്മുടെ മന്ത്രിമാരെല്ലാവരും ഉണ്ട്. ശേഷം നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണോ അതോ കൗൺസിലിങ്ങോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇന്നിപ്പോ ഇത് പ്രവേശനോത്സവം തന്നെ. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. എല്ലാ കാര്യങ്ങളും റെഡിയാണ് ഇവിടെ. മാഷ മുഖത്ത് ആ ഒരു ചിരി കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആശ്വാസവും ഒക്കെ ഉണ്ട്. കാരണം അന്ന് അത്രത്തോളം വേദനിപ്പിച്ചത് മാഷിന്റെ ഒരു സംസാരം നമ്മൾ അത്രത്തോളം കണ്ണീരിൽ അർത്തിയിരുന്നു. ഒരു സന്തോഷം. ശരി. പറഞ്ഞതുപോലെ തന്നെ 546 കുട്ടികളാണ് SKN ഇന്ന് ഈ വെള്ളാർമല സ്കൂളിൽ നിന്ന് നമ്മുടെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിയ സ്കൂളിലേക്ക് വരുന്നത്. ഒപ്പം തന്നെ ഈ മുണ്ടക്കൈയിലെ ഒരു LP സ്കൂൾ ഉണ്ടായിരുന്നു. ആ LP സ്കൂളും ഇവിടേക്ക് തന്നെയാണ് മാറ്റിയിട്ടുള്ളത്. ആ സ്കൂളിൽ നിന്ന് ഏകദേശം 61 കുട്ടികളും ഇവിടേക്ക് വരും. നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള ഇവിടുത്തെ LP സ്കൂളിലേക്കാണ്, വെള്ളാർമലയിലെ LP സ്കൂളിലേക്കാണ്. നമ്മൾ ഈ ചുമർ ചിത്രങ്ങളൊക്കെ ആയി ഇതിൻ്റെ ഒരു രീതികളെല്ലാം തന്നെ ആ ഒരു സ്കൂളിലേക്ക് ആക്കുന്ന രീതിയിലായിരുന്നു. ഈ എന്തായിരുന്നു മേപ്പാടി സ്കൂളിൽ ഉണ്ടായിരുന്നത്? അതിന്റെ സജ്ജീകരണങ്ങൾ കുറച്ചാണ് 12 ക്ലാസുകൾ സ്കൂളിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഈ ക്ലാസ് മുറിയിലേക്കൊന്ന് നമുക്ക് കയറി നോക്കാം. ഇതാണ് ഇന്നിപ്പോൾ ഈ കുട്ടികൾക്ക് വരാനുള്ള ക്ലാസ് മുറികൾ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ സൗകര്യവും ആ കുട്ടികൾക്കുണ്ട്. വന്ന് ഈ സീറ്റിലൊന്ന് ഇരുന്നാൽ മാത്രം മതി. ഇത് ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ പഠന സാമഗ്രികളും അടങ്ങിയിട്ടുള്ള ബാഗാണ്. ഇതിൽ പുസ്തകങ്ങൾ, നോട്ട് പുസ്തകങ്ങൾ, പെന്നും പെൻസിലും അടക്കമുള്ളവ എല്ലാം വെച്ച് എല്ലാ വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെയുള്ളവ ഈ ബാഗുകളിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി കുട്ടികൾ ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ് ഇന്ന് പ്രവേശനോത്സവം നടക്കുക. SKN. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. എന്തായാലും വെള്ളാർമല സ്കൂള് ഒരുപാട് വിഷമങ്ങൾ നമുക്ക് സമ്മാനിച്ച പള്ളിക്കൂടമാണ്. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട പള്ളിക്കൂടമാണ്. പക്ഷേ ഈ പ്രതിസന്ധിയിൽ നമുക്ക് അതിജീവനത്തിൻ്റെ പാതയിലൂടെ നമുക്ക് ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ വെള്ളാർമല സ്കൂളിലെ പഴയ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ അവിടെ ഇങ്ങനെ പെയ്തിറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ സ്കൂളിനെ പുതിയ കാലത്തിലേക്ക് പിടിച്ച് നടത്തണം. അത് തന്നെ നടക്കട്ടെ. ഇന്ന് നടക്കുന്ന പ്രവേശനോത്സവത്തിന് എല്ലാ ആശംസകളും നമ്മൾ നേരുന്നു.